നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂലൈ മാസം 30-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അത് കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളും ചോദ്യപേപ്പർ ചോർച്ചയും തടയുന്നതിനായിട്ടുള്ള ശിക്ഷാ നടപടികൾ കൂടുതൽ കർശനമാക്കുന്ന കേന്ദ്ര ഭേദഗതി ബില്ല് മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ലോക്സഭ ശബ്ദ വോട്ടോടെ പാസ്സാക്കി. പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഭേദഗതി നിർദ്ദേശങ്ങളൊക്കെ തന്നെ വോട്ടിനിട്ട് തള്ളിക്കൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് സഭയിൽ ബില്ല് അവതരിപ്പിച്ചത്. പുതിയ ഭേദഗതി പ്രകാരം ചോദ്യപേപ്പർ ചോർച്ച കേസുകളിൽ നിലവിലുള്ള 3 മുതൽ 5 വർഷം വരെയുള്ള തടവ് ശിക്ഷ 5 മുതൽ 10 വർഷം വരെയായിട്ട് ഉയർത്തുകയും പിഴത്തുക 10 ലക്ഷം രൂപയിൽ നിന്ന് 50 ലക്ഷം രൂപ വരെയാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്യും. കൂടാതെ പരീക്ഷാ നടത്തിപ്പിൽ ക്രമക്കേടുകൾ കാണിക്കുന്ന സ്ഥാപനങ്ങൾക്കുള്ള പിഴത്തുക 1 കോടി രൂപയിൽ നിന്ന് 5 കോടിയായിട്ട് ഉയർത്തുന്നതിനൊപ്പം തന്നെ ഇത്തരം സ്ഥാപനങ്ങളെ പൊതുപരീക്ഷകളുടെ ചുമതലകളിൽ നിന്നൊക്കെ തന്നെ വിലക്കുന്ന കാലാവധി 8 വർഷമായിട്ട് നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ 2 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന കർശന വ്യവസ്ഥയും ഈ പുതിയ ബില്ലിൽ ഉൾപ്പെടുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: വൈകി നടത്തുന്ന ജനന മരണ രജിസ്ട്രേഷനുകൾക്ക് കൂടുതൽ കർശന വ്യവസ്ഥകൾ നിർദ്ദേശിക്കുന്ന ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ല് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. രജിസ്ട്രേഷൻ വൈകുന്ന കാലയളവ് കണക്കാക്കി ഇരട്ട അനുമതി സംവിധാനമാണ് പുതിയ ബില്ല് ശുപാർശ ചെയ്യുന്നത്. ഇതനുസരിച്ച് 1 വർഷത്തിനും 2 വർഷത്തിനും ഇടയിൽ വൈകുന്ന രജിസ്ട്രേഷനുകൾക്ക് നിലവിലുള്ളതുപോലെ ജില്ലാ ജഡ്ജി, അതോടൊപ്പം തന്നെ സബ് ജഡ്ജി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നിവരുടെയൊക്കെ തന്നെ അനുമതി മതിയാകുമെങ്കിലും 2 വർഷത്തിൽ കൂടുതൽ വൈകുന്ന സംഭവങ്ങളിൽ ഇനി മുതൽ എക്സിക്യൂട്ടീവ് അധികാരികൾക്ക് അനുമതി നൽകാനാവില്ല. ഇത്തരം കേസുകളിൽ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് നിർബന്ധമാക്കുന്ന നിർദ്ദേശമാണ് ബില്ലിലുള്ളത്. കൃത്യസമയത്ത് ജനനമരണ വിവരങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഡാറ്റയുടെ സുതാര്യതയും കൃത്യതയും ഉറപ്പുവരുത്തുന്നതിനുമാണ് നിയമം കൂടുതൽ കർശനമാക്കുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ചോദ്യപേപ്പർ ചോർച്ച തടയുന്ന പുതിയ ബില്ലിന്മേൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും സഭയിൽ നേരിട്ടെത്തി മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നടത്തിയ കടുത്ത ബഹളത്തിനിടയിലാണ് കേന്ദ്രമന്ത്രി പുതിയ ബില്ല് സഭയിൽ അവതരിപ്പിച്ചത്. ചട്ടപ്രകാരം ബില്ലിനെ എതിർക്കാൻ സ്പീക്കർ ഓം ബിർള പ്രതിപക്ഷ അംഗങ്ങളോട് ആവശ്യപ്പെട്ടെങ്കിലും ഇതിൽ സംസാരിക്കാൻ ആരും തയ്യാറായില്ല. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്കായിട്ട് SBI ഫൗണ്ടേഷൻ നടപ്പിലാക്കുന്ന ആശാ സ്കോളർഷിപ്പിലേക്കുള്ള രജിസ്ട്രേഷൻ നടപടികളൊക്കെ തന്നെ നിലവിലിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്ന സെപ്റ്റംബർ മാസം 4-ാം തീയതി വരെയാണ് ഈ സ്കോളർഷിപ്പിനായിട്ട് അപേക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും വിവിധ UG PG കോഴ്സുകളൊക്കെ തന്നെ ചെയ്യുന്നവർക്കും അതുപോലെ MBBS MBA വിദ്യാർത്ഥികൾക്കും ഒപ്പം IIT-കളിലൊക്കെ തന്നെ പഠിക്കുന്നവർക്കും വിദേശത്തെ സർവകലാശാലകളിലൊക്കെ തന്നെ അഡ്മിഷൻ നേടി പഠനം ആരംഭിച്ചവർക്കും എല്ലാം തന്നെ വിവിധ വിഭാഗങ്ങളിലായിട്ട് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. ആകെ 100 കോടിയിലധികം രൂപ വകയിരുത്തിയിട്ടുള്ള ഈ പദ്ധതിയിലൂടെ ഈ വർഷം രാജ്യത്തൊട്ടാകെയുള്ള 25,000 വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത്. അപേക്ഷിക്കുന്നതിന് റേഷൻ കാർഡിന് മുൻഗണനയോ വ്യത്യാസങ്ങളോ ഒന്നും തന്നെ തടസ്സമല്ല. പൂർണ്ണമായിട്ടും അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ മാർക്കിൻ്റെയും കുടുംബ വാർഷിക വരുമാനത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഈ സ്കോളർഷിപ്പ് ലഭ്യമാകുന്നത്. അതായത് ഉയർന്ന മാർക്കുള്ളവർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും ഇതിൽ പ്രത്യേക പരിഗണന ലഭിക്കുന്നതാണ്. എന്നാൽ അപേക്ഷ സമർപ്പിക്കുന്ന എല്ലാവർക്കും തന്നെ ഈ ആനുകൂല്യം ലഭിക്കണമെന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ്. രാജ്യവ്യാപകമായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതി ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും നിശ്ചിത അനുപാതത്തിലായിരിക്കും അർഹരായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുക. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ രേഖകളുടെ പരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. ഈ സ്കോളർഷിപ്പിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ അടങ്ങിയ വിശദമായിട്ടൊരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ട് എല്ലാവരും കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം അർഹതയുള്ള എല്ലാ വിദ്യാർത്ഥികളും സമയബന്ധിതമായി തന്നെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ഈ മാസത്തെ റേഷൻ വിഹിതം കൈപ്പറ്റാനുള്ള സമയപരിധി അവസാനിക്കാനായിട്ട് ഇനി കേവലം 3 ദിവസങ്ങൾ കൂടി മാത്രമാണ് അവശേഷിക്കുന്നത്. ഓണം റേഷൻ വിതരണം ഉടൻ ആരംഭിക്കേണ്ടതിനാൽ തന്നെ ഈ മാസത്തെ വിതരണം നേരത്തെ അവസാനിപ്പിക്കുന്നതാണ്. അതിനാൽ റേഷൻ വാങ്ങാത്തവർ ഉടൻ തന്നെ അത് കൈപ്പറ്റേണ്ടതാണ്. നീല റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന 3 കിലോ ഗോതമ്പും നിലവിൽ ആരംഭിച്ചിട്ടുള്ള മണ്ണെണ്ണ വിതരണവും ഇതോടൊപ്പം തന്നെ ഉപയോഗപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്കായിട്ട് സ്പെഷ്യൽ അരി, അധിക റേഷൻ വിഹിതം, സൗജന്യ കിറ്റുകൾ, സബ്സിഡി കിറ്റുകൾ തുടങ്ങി വൻ ആനുകൂല്യങ്ങളാണ് സർക്കാരും സപ്ലൈകോയും ഓഗസ്റ്റ് മാസം മുതൽ ഒരുക്കിയിരിക്കുന്നത്.
ഇതിന് പുറമെ BPL കാർഡിനായിട്ട് അപേക്ഷിച്ച അർഹരായിട്ടുള്ള 72,000-ലധികം വരുന്ന കുടുംബങ്ങളെ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റി നൽകുന്നതിനുള്ള നടപടിക്രമങ്ങളുമൊക്കെ തന്നെ സർക്കാർ പൂർത്തിയാക്കി കഴിഞ്ഞു. AY മഞ്ഞ കാർഡ് ഉടമകൾക്കുള്ള സൗജന്യ ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് 10-ാം തീയതിയോടെ ആരംഭിക്കും. തുണിസഞ്ചി ഉൾപ്പെടെ 16 ഇനങ്ങളടങ്ങിയ ഏകദേശം 830ഓളം രൂപ വരുന്ന ഈ കിറ്റുകളുടെ വിതരണം ഓഗസ്റ്റ് 25 മുതലായിരിക്കും തകൃതിയായിട്ട് നടക്കുക. കൂടാതെ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് 4 പേർക്ക് 1 എന്ന തോതിലും സൗജന്യ ഓണക്കിറ്റുകളൊക്കെ തന്നെ ലഭ്യമാക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഓഗസ്റ്റ് 8 മുതൽ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും സപ്ലൈകോ വഴി 299 രൂപയുടെ കിറ്റിന് പുറമെയായിട്ട് വിലക്കുറവിൽ വാങ്ങാൻ സാധിക്കുന്ന സ്പെഷ്യൽ കിറ്റുകളും ലഭ്യമാകുന്നതാണ്. ഇതിൽ 1,228 രൂപയുടെ ഉൽപ്പന്നങ്ങളുള്ള അത്തം കിറ്റ് 1000 രൂപയ്ക്കും 25 ഇനങ്ങൾ അടങ്ങിയ 1,850 രൂപയിലധികം മൂല്യമുള്ള ഉത്രാടം കിറ്റ് 1,500 രൂപയ്ക്കും 30 ഇനങ്ങൾ അടങ്ങിയ 2,550 രൂപയിലധികം മൂല്യമുള്ള തിരുവോണം കിറ്റ് 2,000 രൂപയ്ക്കും ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ജൂലൈ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം നിലവിൽ സജീവമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ഭൂരിഭാഗം ആളുകളുടെയും വീടുകളിൽ പെൻഷൻ തുക നേരിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. തുക ലഭിച്ചവരും ലഭിക്കാത്തവരും വിവരങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി വരാനിരിക്കുന്ന ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് 2 മാസത്തെ പെൻഷനായിട്ടുള്ള 4,000 രൂപ ഒന്നിച്ച് ലഭിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ വർഷം ഓഗസ്റ്റ് 26-നാണ് തിരുവോണം എന്നതിനാൽ തന്നെ ഉത്രാടത്തിന് മുൻപ് തന്നെ എല്ലാവരിലേക്കും ഈ ഒരു പെൻഷൻ ആനുകൂല്യം എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ഭാഗമായി ഓഗസ്റ്റ് 15-ന് ശേഷം പെൻഷൻ വിതരണം ഒരുപക്ഷെ ആരംഭിച്ചേക്കും. 1 മാസത്തെ തുക നേരത്തെ നൽകുന്നതിനൊപ്പം തന്നെ സെപ്റ്റംബർ മാസത്തെ തുക കൂടി ചേർത്ത് മുൻകൂറായിട്ട് നൽകുകയാണെങ്കിൽ പിന്നീട് അടുത്ത പെൻഷനായിട്ട് ഒക്ടോബർ 24 വരെ ദീർഘനാൾ കാത്തിരിക്കേണ്ടി വരുമെന്ന കാര്യവും ഓർക്കേണ്ടതുണ്ട്. ഇതിനോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പെൻഷൻ മസ്റ്ററിംഗ് നടപടികൾ പുരോഗമിക്കുകയാണ്. വിവിധ ക്ഷേമ ബോർഡുകളിലൊക്കെ തന്നെ അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ നിന്നുമൊക്കെ തന്നെ പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാവരും തന്നെ അടുത്ത 2 മാസത്തിനുള്ളിൽ തന്നെ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. എന്നാൽ 2025 ഡിസംബർ 31-ന് ശേഷം, അതായത് ഈ 2026-ൽ പുതുതായിട്ട് പെൻഷൻ അനുവദിച്ച് കിട്ടിയവർ ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല. ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കാത്തവർക്ക് വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യം, ഹോം മസ്റ്ററിംഗ് സൗകര്യം അടുത്ത മാസത്തോടെ ലഭ്യമാകുന്നതാണ്. ഇതിനായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലോ നിങ്ങളുടെ വാർഡ് മെമ്പർ അല്ലെങ്കിൽ കൗൺസിലർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയോ പഞ്ചായത്തിനെയോ മുൻകൂട്ടി ഈ വിവരം അറിയിക്കേണ്ടതാണ്. അടുത്ത മാസം അവസാനത്തോടെ പഞ്ചായത്ത് തലങ്ങളിൽ ഇതിനായിട്ടുള്ള പ്രത്യേക ക്യാമ്പുകളും ക്രമീകരണങ്ങളുമൊക്കെ തന്നെ സംഘടിപ്പിക്കും. അതേസമയം ജൂൺ 30-നകം വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവരുടെയൊക്കെ തന്നെ പെൻഷൻ വിതരണം തടസ്സപ്പെട്ടിട്ടുണ്ട്. പെൻഷൻ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് സെക്രട്ടറി ഡിജിറ്റൽ സിഗ്നേച്ചർ രേഖപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് നൽകിയാൽ പോലും ഓണം പെൻഷൻ അത് മുടങ്ങാനായിട്ട് സാധ്യതയുണ്ട്. ഓഗസ്റ്റ് 20-ന് ശേഷമാണ് പെൻഷൻ വിതരണം നടക്കുന്നതെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നവർക്ക് തുക ലഭിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ പെൻഷൻ തടസ്സപ്പെടാതിരിക്കാനായിട്ട് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നലെ തുടർച്ചയായിട്ടുള്ള 2-ാം ദിനവും സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. 2026 ജൂലൈ 29 ബുധനാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 60 രൂപ കുറഞ്ഞ് 13,155 രൂപയും പവന് 480 രൂപ കുറഞ്ഞ് 1,05,240 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.